everyone, welcome back to Xylem Learning. ഞാൻ നിങ്ങളുടെ അനൂമിസ് ആണ്. നമ്മൾ ഇന്ന് ലഡ്ഡു ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ എന്താണ് നമ്മൾ ഇന്ന് ലഡ്ഡു ഉണ്ടാക്കാൻ വേണ്ടി പോവല്ല, നമ്മൾ ഇന്ന് ഹൈബ്രിഡൈസേഷൻ പഠിക്കാൻ പോവാണ്. കാരണം എക്സാമിന് ഷുവർ ആയിട്ടും ചോദിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ ആണ് ഹൈബ്രിഡൈസേഷൻ. അപ്പൊ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുമ്പോൾ ആദ്യം നമുക്ക് ലഡ്ഡു ഉണ്ടാക്കുന്നതിനെ പറ്റി സംസാരിക്കാം. അതായത് എന്റെ അടുത്ത് കുറച്ച് ഓറഞ്ച് ലഡ്ഡു ഉണ്ട്, കുറച്ച് യെല്ലോ ലഡ്ഡു ഉണ്ട്. പക്ഷെ മിസ്സിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് പറയുന്നത് ഓറഞ്ച് യെല്ലോ ലഡ്ഡു മിക്സ് ചെയ്തിട്ടാണ്. ഓക്കെ, രണ്ടും അങ്ങനെ ഓറഞ്ച് ലഡു ഇഷ്ടമാണ്, പക്ഷെ യെല്ലോ ലഡു എനിക്ക് തീരെ ഇഷ്ടമല്ല. പക്ഷെ ഇവര് മിക്സ് ചെയ്തിട്ടുള്ള കോമ്പിനേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാനിവിടെ ഈ ഓറഞ്ച് ലഡുവും യെല്ലോ ലഡുവും കൂടി കൊണ്ട് ക്ലാസ്സിലേക്ക് വരികയാണെങ്കിൽ എന്ത് ചെയ്യും, കുറെ പേർക്ക് ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവും അല്ലെ. കുറച്ചു പേർക്ക് യെല്ലോ ഇഷ്ടമാണ്, കുറച്ചു പേർക്ക് ഓറഞ്ച് ഇഷ്ടമാണ്, കുറച്ചു പേർക്ക് രണ്ടും കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടാവും അല്ലെ. അപ്പൊ ഇതൊക്കെ സോൾവ് ചെയ്യാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്തു, ഈ ഓറഞ്ച് ലഡുവിനെ എന്ത് ചെയ്യും, ഫുള്ളായിട്ട് പൊടിച്ച് പൊടിയാക്കും. എന്നിട്ട് എന്ത് ചെയ്യും, യെല്ലോ ലഡുവിനെ ഇതേപോലെ ഫുൾ പൊടിച്ച് പൊടിയാക്കും. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നറിയോ, ഓറഞ്ചും യെല്ലോ ലഡുവും കൂടി മിക്സ് ചെയ്ത് സെയിം ആയിട്ടുള്ള സൈസുള്ള ഒരേപോലത്തെ സൈസുള്ള ലഡുകൾ ഉണ്ടാക്കും. അപ്പൊ ഓറഞ്ച് ലഡുവും യെല്ലോ ലഡുവും കൂടി ഇപ്പൊ മിക്സ് ചെയ്ത് എനിക്ക് ഓറഞ്ച് പ്ലസ് യെല്ലോ ആയിട്ടുള്ള മിക്സ്ഡ് ആയിട്ടുള്ള ലഡൂസ് ഉണ്ട്, ഒരേപോലെയാണ്. അപ്പൊ എനിക്കത് എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും ഹാപ്പിയാണ്, ഞാനും ഹാപ്പിയാണ് അല്ലെ. അപ്പൊ ഇതാണ് ഈ ഹൈബ്രിഡൈസേഷൻ. നമ്മളിപ്പോ ഈ ലഡു ഉണ്ടാക്കിയില്ലേ, ഇത് തന്നെയാണ് ഹൈബ്രിഡൈസേഷൻ. അറ്റോമിക് ഓർബിറ്റലുകൾ എന്ത് ചെയ്യും, ഇന്റർമിക്സ് ചെയ്യും. അപ്പൊ ഒരേപോലത്തെ, ഇപ്പൊ ഞാൻ ലഡുകളെ തമ്മിലല്ലേ മിക്സ് ചെയ്തത്, എനിക്ക് ഒരു ലഡുവിനെ ഒരു ജിലേബിനെയും തമ്മിൽ മിക്സ് ചെയ്യാൻ പറ്റുമോ, പറ്റില്ല. അപ്പൊ ഒരേപോലെ എനർജി ഉള്ള ഒരേപോലത്തെ അറ്റോമിക് ഓർബിറ്റലുകൾ തമ്മിൽ ഇന്റർമിക്സ് ചെയ്തിട്ട് ഒരേ എനർജിയും ഒരേ സൈസുമുള്ള ഓർബിറ്റലുകൾ, പുതിയ ഓർബിറ്റലുകൾ ഉണ്ടാവും. അതിനെ നമ്മൾ ഹൈബ്രിഡ് ഓർബിറ്റൽസ് എന്ന് വിളിക്കും. ഈ പ്രോസസ്സിനെ നമ്മൾ ഹൈബ്രിഡൈസേഷൻ എന്ന് വിളിക്കും. സെറ്റ് ആണല്ലോ. ഇനിയിപ്പോ ആരും പറയില്ല എന്താണ് ഹൈബ്രിഡൈസേഷൻ എന്ന് അറിയില്ല എന്ന് ആരും പറയില്ല. ഈ ലഡു ഉണ്ടാക്കുന്ന ആലോചിച്ചാൽ മതി, ഇത്രയേ ഉള്ളൂ ഹൈബ്രിഡൈസേഷൻ. അറ്റോമിക് ഓർബിറ്റലുകൾ തമ്മിൽ ഇന്റർമിക്സ് ചെയ്തിട്ട് പുതിയ ഓർബിറ്റലുകൾ ഉണ്ടായി, അതാണ് ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ, അതാണ് ഹൈബ്രിഡൈസേഷൻ. ഓക്കെ, സെറ്റ് ആണല്ലോ. ഇനി ഹൈബ്രിഡൈസേഷന്റെ സാലിയന്റ് ഫീച്ചേഴ്സ് നിങ്ങളുടെ അടുത്ത് ചോദിക്കും. വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ഹൈബ്രിഡൈസേഷൻ? ഏതെങ്കിലും ഒരു 4 എണ്ണം പഠിച്ചു വെക്കുക, ഷുവർ ആയിട്ട് ചോദിക്കും. അപ്പൊ എന്താ, എത്ര ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഉണ്ടായി എന്നതിന് അതിന്റെ ഈക്വൽ ടു നമ്പർ ഓഫ് ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഇസ് ഈക്വൽ ടു എത്ര അറ്റോമിക് ഓർബിറ്റലുകൾ ഹൈബ്രിഡൈസേഷന് പോയി എന്നുള്ളതാണ്. അപ്പൊ 2 അറ്റോമിക് ഓർബിറ്റലുകൾ ഹൈബ്രിഡൈസേഷന് പോയി കഴിഞ്ഞാൽ 2 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റലുകൾ ഉണ്ടാകും. ഓക്കെ ആണല്ലോ, ഓക്കെ ആണ്. ഇനി ദ ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് ആർ ഓൾവേസ് ഈക്വാലന്റ് ഇൻ എനർജി ആൻഡ് ഷേപ്പ്. നമ്മൾ എന്തിനാ ഇവരെ ഇങ്ങനെ മിക്സ് ചെയ്തത്, നമുക്ക് ഈക്വൽ എനർജിയും ഷേപ്പും ഉള്ള അറ്റോമിക് ഓർബിറ്റലുകളെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ദ ഹൈബ്രിഡ് ഓർബിറ്റൽസ് ആർ മോർ ഇഫക്റ്റീവ് ഇൻ ഫോമിങ്, ഇവര് സ്റ്റേബിൾ ബോണ്ടുകൾ ഫോം ചെയ്യും. അതേപോലെ ഇത് സ്പേസിൽ മിനിമം റിപ്പൽഷനിൽ ഹൈബ്രിഡ് ഓർബിറ്റൽസ് അറേഞ്ച് ചെയ്തിരുന്നിട്ട് നമ്മളുടെ മോളിക്യൂൾസിന്റെ ജോമെട്രി കൊടുക്കും. അപ്പൊ ഒരാളുടെ ഹൈബ്രിഡൈസേഷൻ എനിക്ക് അറിയാമെങ്കിൽ അവന്റെ ജോമെട്രി എനിക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. സെറ്റ് ആണല്ലോ, സെറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഹൈബ്രിഡൈസേഷന്റെ കണ്ടീഷൻസ് പഠിക്കണം. 4 കണ്ടീഷൻസ് ആണുള്ളത്, എപ്പോഴും എക്സാമിന് ചോദിക്കുന്നതാണ്. ആദ്യത്തെ കണ്ടീഷൻ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ വാലൻസ് ഷെല്ലിൽ ഇരിക്കുന്ന, അവസാനത്തെ ഷെല്ലിൽ ഇരിക്കുന്ന, ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ ഇരിക്കുന്ന ഓർബിറ്റലുകളാണ് ഹൈബ്രിഡൈസേഷന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ആദ്യത്തെ കണ്ടീഷൻ. രണ്ടാമത്തെ കണ്ടീഷൻ എങ്ങനെയാണ്, ഇവർക്ക് ഈക്വൽ എനർജി ഉണ്ടാവണം. നമ്മുടെ ഹൈബ്രിഡൈസേഷന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആളുകളുടെ എനർജി എങ്ങനെയായിരിക്കണം, ഈക്വൽ ആയിരിക്കണം, കമ്പാരബിൾ ആയിരിക്കണം, ഒരേപോലത്തെ എനർജി ഉള്ളവരായിരിക്കണം. ഇനി നോക്കാം, പ്രൊമോഷൻ ഓഫ് ഇലക്ട്രോൺ, അതായത് ഇലക്ട്രോണിന്റെ എക്സൈറ്റേഷൻ. ഇലക്ട്രോണിനെ എക്സൈറ്റഡ് ആക്കുന്നത് ഒരു എസെൻഷ്യൽ കണ്ടീഷൻ അല്ല. അതായത് നിങ്ങൾ വിചാരിക്കും എപ്പോഴും ഇലക്ട്രോൺസിനെ എക്സൈറ്റഡ് ആക്കണോ, ആവശ്യമില്ല. ഇറ്റ് ഇസ് നോട്ട് എൻ എസെൻഷ്യൽ കണ്ടീഷൻ. എക്സൈറ്റഡ് ആക്കാം, ആക്കാതിരിക്കാം, പക്ഷെ ഹൈബ്രിഡൈസേഷൻ നടക്കും. രണ്ടാമത്തെ കാര്യം എന്താണ്, അതായത് ഹാഫ് ഫിൽഡ് ആവണം. ഓർബിറ്റൽസ് ഹൈബ്രിഡൈസേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഓർബിറ്റലുകൾ ഹാഫ് ഫിൽഡ് ആവണം എന്നുള്ളതും ഒരു എസെൻഷ്യൽ കണ്ടീഷൻ അല്ല. അപ്പം ഈ ഇലക്ട്രോൺസിനെ എക്സൈറ്റഡ് ആക്കണമെന്നും അതുപോലെ തന്നെ ഹാഫ് ഫിൽഡ് ഓർബിറ്റൽസ് ആവണം എന്നുള്ളതും രണ്ടും എന്താണ്, ഒരു എസെൻഷ്യൽ കണ്ടീഷൻ അല്ല ഹൈബ്രിഡൈസേഷന് വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ ഈ 2 കണ്ടീഷൻ ചിലർക്ക് ഒരു തെറ്റിദ്ധാരണയുണ്ട്, എപ്പോഴും എക്സൈറ്റഡ് ആക്കണം, എപ്പോഴും ഹാഫ് ഫിൽഡ് ആയിരിക്കണം. സോ അതെന്താണ്, ഇറ്റ് ഇസ് നോട്ട് എൻ എസെൻഷ്യൽ കണ്ടീഷൻ എന്നും ഓർത്ത് ഇരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ടൈപ്സ് ഓഫ് ഹൈബ്രിഡൈസേഷനിലേക്ക് പോവാം. ടൈപ്സ് ഓഫ് ഹൈബ്രിഡൈസേഷനിലേക്ക് പോവാൻ നേരത്ത് ആദ്യം നമുക്ക് പഠിക്കാനുള്ളത് sp ഹൈബ്രിഡൈസേഷൻ ആണ്. ഒരു എസും ഒരു പിയും ചേർന്ന് 2 sp ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ ആണ് ഫോം ചെയ്യുന്നത്. അപ്പൊ എക്സാമിന് ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക. അതായത് ഒന്നില്ലെങ്കിൽ sp ഹൈബ്രിഡൈസേഷൻ എക്സ്പ്ലെയിൻ ചെയ്യുക വിത്ത് ദ ഹെൽപ്പ് ഓഫ് എൻ എക്സാമ്പിൾ, അല്ലെങ്കിൽ BeCl2 തന്നിട്ട് അതിന്റെ ഹൈബ്രിഡൈസേഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കും. അപ്പൊ നമുക്കറിയാം
നമ്മുടെ ബെറീലിയം ചേട്ടനെ എടുക്കുകയാണെങ്കിൽ അവന്റെ അറ്റോമിക് നമ്പർ എത്രയാടാ മക്കളെ? ബെറീലിയത്തിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 4 ആണ്. അപ്പൊ അവന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s2 ആണ് വരുന്നത്. ഇവന് ഗ്രൗണ്ട് സ്റ്റേറ്റിൽ ഞാൻ എങ്ങനെ എഴുതും? ഗ്രൗണ്ട് സ്റ്റേറ്റിൽ എഴുതുകയാണെങ്കിൽ നമുക്കറിയാം 2s 2 ഇലക്ട്രോൺ, ഏകാന്തതയുടെ അപാര തീരത്തിരിക്കുന്ന 2p അല്ലെ. 2s 2 ഇലക്ട്രോൺസ് ഉണ്ട്, 2pയിൽ ആരില്ല? 2pയിൽ ഇലക്ട്രോൺസ് ഒന്നുമില്ല. ഗ്രൗണ്ട് സ്റ്റേറ്റ്. ഇനി എക്സൈറ്റഡ് സ്റ്റേറ്റിൽ ഞാൻ എഴുതുകയാണെങ്കിൽ എന്ത് വരും? 2s ഇങ്ങനെ, 2pയിൽ ഇങ്ങനെ. ഇനിയാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. നമ്മൾ ഇവനെ എക്സൈറ്റഡ് ആക്കുമ്പോൾ, ഗ്രൗണ്ട് സ്റ്റേറ്റിൽ ഇരിക്കുന്ന ആളെ ഞാൻ എക്സൈറ്റഡ് ആക്കുക. എക്സൈറ്റഡ് ആക്കുമ്പോൾ അവൻ എന്ത് ചെയ്യുന്നറിയോ? പെയർ അടിച്ചിരിക്കുന്നവരൊക്കെ എന്ത് ചെയ്യും? സിംഗിൾ ആവും. ഓക്കെ, അവൻ പറയും എനിക്കിനി പെയർ ആയിട്ടിരിക്കാൻ വയ്യ, എനിക്ക് ബ്രേക്കപ്പ് ആവണം, എനിക്ക് സിംഗിൾ ആവണം എന്ന് പറഞ്ഞിട്ട് അവൻ ഇങ്ങനെ സിംഗിൾ ആയിട്ട് ഇങ്ങോട്ടേക്ക് ചാടും. ഓക്കെ, സിംഗിൾ ആയിട്ട് എന്ത് ചെയ്യും? ഇങ്ങോട്ടേക്ക് ചാടി ഇവൻ സിംഗിൾ ആയിട്ട് ഇവിടെ ഇരിക്കും. നോക്ക്, സിംഗിൾ ആയിട്ട് ഒരേ സ്പിന്നിലാണ് സിംഗിൾ ആയിട്ട് ഇവിടെ വന്നിരിക്കും. അപ്പൊ ഇവൻ എന്ത് ചെയ്തു? എക്സൈറ്റഡ് സ്റ്റേറ്റിലാവുമ്പോ പെയർ അടിച്ചിരുന്നവരൊക്കെ എന്ത് ചെയ്തു? സിംഗിൾ ആയി. സിംഗിൾ പസംഗ്. അപ്പൊ സിംഗിൾ ആയിട്ട് എന്ത് ചെയ്തു? ഇവിടത്തെ ഒരു എസും ഒരു പിയും കൂടെ ചേർന്ന്, ഒരു എസും ഒരു പിയും കൂടെ ചേർന്ന് 2 sp ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഫോം ചെയ്തു. അപ്പൊ BeCl2ലേക്ക് വരുന്ന സമയത്ത് എന്ത് സംഭവിച്ചു? 2 sp ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഫോം ചെയ്തു. ഇവിടെ സിംഗിൾ ആയിട്ടിരിക്കുന്ന ഈ ഇലക്ട്രോൺസ് ഉണ്ട്, അതിലേക്കാണ് നമ്മുടെ ക്ലോറിൻ ചേട്ടന്റെ p ഇലക്ട്രോൺസ് വരുന്നത്. അങ്ങനെ BeCl2 ഫോം ചെയ്തു. BeCl2 sp ഹൈബ്രിഡൈസേഷൻ ആണ്. അതിന്റെ സ്ട്രക്ചർ ലീനിയർ ആണ്. നമുക്ക് ജോമെട്രി വരയ്ക്കാൻ നല്ല രസമാണ് ഇത് വരയ്ക്കാനായിട്ട്. ബെറീലിയം വരയ്ക്കാം. എന്നിട്ട് എന്ത് ചെയ്യണമെന്നറിയോ? നമ്മള് എങ്ങനെയാ ഹൈബ്രിഡ് ഓർബിറ്റൽസ് വരയ്ക്കാന്നറിയോ? ഹൈബ്രിഡ് ഓർബിറ്റൽസ് വരയ്ക്കുമ്പോൾ ഒരു കുഞ്ഞു നോബ് വരയ്ക്കണം, പിന്നെ ഒരു വലിയ നോബ് വരയ്ക്കണം. അതേപോലെ തന്നെ ഇപ്പുറത്തും ഒരു കുഞ്ഞു നോബ്, ഒരു വലിയ നോബ്. അപ്പൊ ബെറീലിയത്തിന്റെ sp ഹൈബ്രിഡ് ഓർബിറ്റൽസ് വരച്ചു. അതിലേക്കാണ് ക്ലോറിന്റെ p ഓർബിറ്റൽസ് വന്ന് അറ്റാച്ച് ചെയ്യുന്നത്. ക്ലോറിന്റെ p ഓർബിറ്റൽസ് വന്ന് അറ്റാച്ച് ചെയ്യും. അപ്പൊ BeCl2ന്റെ സ്ട്രക്ചർ ആയി. ജോമെട്രി ഈസ് ലീനിയർ, ബോണ്ട് ആംഗിൾ ഇസ് 180 ഡിഗ്രീസ് എല്ലാം എഴുതി കൊടുക്കുക. ടൈപ്സ് ഓഫ് ഹൈബ്രിഡൈസേഷൻ കഴിഞ്ഞു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ആരാണെന്നറിയോ? sp2 ഹൈബ്രിഡൈസേഷൻ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എന്താ നമ്മൾ നോക്കാൻ പോകുന്നത്? sp2 ഹൈബ്രിഡൈസേഷൻ. അപ്പൊ sp2ലേക്ക് വരുമ്പം ഒരു എസും 2 പിയും കൂടെ ചേർന്നാണ് sp2 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് ഫോം ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? നമുക്ക് ആരുടെയാണ് നോക്കേണ്ടത്? BeCl3 നോക്കണം. അപ്പൊ നമ്മുടെ ബോറോൺ ചേട്ടന്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? ബോറോൺ ഇസ് അറ്റോമിക് നമ്പർ 5 ആണ്. 1s2 2s2 2p1 ആണ്. ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ 2sൽ 2 ഇലക്ട്രോൺ, 2pയിൽ 1 ഇലക്ട്രോൺ. സെറ്റ് ആണല്ലോ? 2pയിൽ 1 ഇലക്ട്രോൺ. ഇവന് ഞാൻ എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് ആക്കി. അപ്പൊ എന്ത് വരും? 2s ഉണ്ട്, 2p ഉണ്ട് അല്ലെ. ഇപ്പൊ ഞാൻ എന്താ പറഞ്ഞത്? എക്സൈറ്റഡ് ആവുന്ന സമയത്ത് പെയർ അടിച്ചിരിക്കുന്നവന്മാർ എന്ത് ചെയ്യും? സിംഗിൾ ആവും. ഇവിടെ ഒരുത്തൻ സിംഗിൾ ആയിട്ടിരിക്കുന്നുണ്ട്, ഇവിടെ പെയർ ആയിരുന്നു, അപ്പൊ അവൻ എന്ത് ചെയ്തു? സിംഗിൾ ആയിട്ട് ഇങ്ങോട്ട് വന്നു. ഓക്കെ, അങ്ങനെ ഈ 1 എസും 2 പിയും കൂടെ ചേർന്ന്, 1 എസും 2 പിയും കൂടെ ചേർന്ന് നമുക്ക് 3 sp3 ഹൈബ്രിഡ് ഓർബിറ്റൽസ് കിട്ടി. 1 എസും 2 പിയും കൂടെ ചേർന്ന് 3 sp2 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ആണ് കേട്ടോ. sp2 ഹൈബ്രിഡ് ഓർബിറ്റൽസ് കിട്ടി. എപ്പോ? നമ്മുടെ BeCl3 ഫോം ചെയ്യുന്ന സമയത്ത്. അപ്പൊ ഇവിടെ ഇങ്ങനെ സിംഗിൾ ആയിട്ടിരുന്ന ഈ ഇലക്ട്രോണിന്റെ അടുത്തേക്ക് ആര് വരും? ക്ലോറിൻ വരും അല്ലെ. അങ്ങനെയാണ് നമ്മുടെ BeCl3 ഫോം ചെയ്തത്. സ്ട്രക്ചർ വരയ്ക്കാം, ജോമെട്രി വരയ്ക്കാൻ നല്ല രസമാണ്, മിസ്സിന് ഭയങ്കര ഇഷ്ടമാണ്. നോക്കുക, ഇവിടെ ബോറോണിന് ഞാൻ വരച്ചു. എന്നിട്ട് ഇങ്ങനെ ഒരു സ്ട്രക്ചർ വരയ്ക്കാം. എന്നിട്ട് എന്ത് ചെയ്യുക? ഇവിടെ ഒരു കുഞ്ഞു നോബ്, ഇവിടെ ഒരു വലിയ നോബ്. അല്ലെങ്കിൽ നമുക്ക് ബോറോണിനെ ഇല്ലാണ്ട് വരയ്ക്കാം, അപ്പൊ കുറച്ചും കൂടി വൃത്തി ഉണ്ടാവും. നോക്ക് 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 നോക്ക്, ഇങ്ങനെ വലിയൊരു നോബ്, ഒരു കുഞ്ഞു നോബ്. ഇനി അടുത്തത് വലിയൊരു നോബ്, ഒരു കുഞ്ഞു നോബ്. ഇനി വലിയൊരു നോബ്, കുഞ്ഞു നോബ്. ഓക്കെ, ബോറോണിന്റെ നമ്മൾ 3 sp2 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് വരച്ചു. ഇനി ഇതിലേക്ക് ആര് വരും? ഇതിലേക്കാണ് നമ്മുടെ ക്ലോറിൻ വരുന്നത് അല്ലെ. ഇതിലേക്ക് ഇങ്ങനെ ക്ലോറിന്റെ p ഓർബിറ്റൽസ് വരും. ക്ലോറിന്റെ p ഓർബിറ്റൽസ് വരും. ഓക്കെ, ക്ലോറിന്റെ p ഓർബിറ്റൽസ് ഇതിലേക്ക് ഇങ്ങനെ വന്ന് നമ്മൾ എന്ത് വരച്ചു? ജോമെട്രി വരച്ചു. നല്ല രസമല്ലേ ജോമെട്രി വരയ്ക്കാൻ? യെസ്. അപ്പൊ ഇതിന്റെ ഷേപ്പ് എന്താടാ? ഇതിന്റെ ജോമെട്രി എന്താണ്? ട്രയഗണൽ പ്ലാനാർ സ്ട്രക്ചർ ആണ്. 120 ഡിഗ്രീസ് ആണ് എന്ത് വരുന്നത്? 120 ഡിഗ്രീസ് ആണ് ബോണ്ട് ആംഗിൾ വരുന്നത്. വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. ഇനി എന്താ? sp3 ഹൈബ്രിഡൈസേഷനിലേക്ക് വരുമ്പോൾ 1 എസും 3 പിയും കൂടി ഹൈബ്രിഡൈസ് ചെയ്ത് 4 sp3 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഫോം ചെയ്യുന്നുണ്ട്. അതിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ടീട്രാഹീഡ്രൽ ആണ്. അതിന്റെ ബോണ്ട് ആംഗിൾ വളരെ ഇമ്പോർട്ടന്റ്
എന്താണ് 109.5 ഡിഗ്രീസ് CH3. എപ്പോഴും ചോദിക്കുന്നതാണ് കേട്ടോ, എക്സ്പ്ലെയിൻ ദ ഹൈബ്രിഡൈസേഷൻ ഓഫ് മീത്തേൻ. മീത്തേന്റെ ഹൈബ്രിഡൈസേഷൻ എപ്പോഴും ചോദിക്കും. അപ്പൊ നമ്മുടെ കാർബൺ ചേട്ടൻ എടുത്താൽ അറ്റോമിക് നമ്പർ 6 ആണ്. 1s2 2s2 2b2 അപ്പൊ ഇവന്റെ ഞാൻ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ വരയ്ക്കുന്ന സമയത്ത് ഈ 2s 2 ഇലക്ട്രോൺ, 2p 2 ഇലക്ട്രോൺ ഉണ്ട് അല്ലെ. 2s 2 ഇലക്ട്രോൺ, 2p ഇങ്ങനെ 2 ഇലക്ട്രോൺസ് ഉണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, 4 ഹൈഡ്രജൻ വരുന്നുണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഇവനെ എക്സൈറ്റഡ് ആക്കാൻ പോവാണ്. എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് വരുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്ന ഞാൻ പറഞ്ഞത്, സിംഗിൾ ആയിട്ടിരിക്കുന്നവർ എന്ത് ചെയ്യും, പെയർ ആയിട്ടിരിക്കുന്നവർ സിംഗിൾ ആകും അല്ലെ. അപ്പൊ ഇവനോട് വന്നു. അങ്ങനെ അവൻ വരുന്ന സമയത്താണ് എന്ത്, ഒരു എസും 3 പിയും കൂടെ ചേർന്ന് ആരുണ്ടാവും, 4 sp3 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഉണ്ടാകും. 4 sp3 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഉണ്ടാവും. ഓക്കെ, sp3 ഹൈബ്രിഡ് ഓർബിറ്റൽസ്. അപ്പൊ ഇവിടെയൊക്കെ എന്താ, സിംഗിൾ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഇലക്ട്രോൺസ് ഉണ്ട് അല്ലെ. അപ്പൊ CH4 ആവുന്ന സമയത്ത്, മീത്തേൻ ആവുന്ന സമയത്ത് അതിലേക്ക് ഹൈഡ്രജന്റെ ഇലക്ട്രോൺസ് വന്ന് അവര് ഹാപ്പി ആയിട്ട് മീത്തേൻ ഫോം ചെയ്യും. അപ്പൊ മീത്തേന്റെ സ്ട്രക്ചർ എങ്ങനെയാ വരിക, ടെട്രാഹീഡ്രൽ സ്ട്രക്ചർ ആണ് വരുന്നത്. അപ്പൊ sp3 ഹൈബ്രിഡ് ഓർബിറ്റൽസ് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ നമുക്കറിയാം എങ്ങനെയാണ് വരയ്ക്കുക. ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ഇത് വരച്ചു, അതിനുശേഷം നമ്മൾ എന്ത്, ഇവിടെ നിന്ന് ഇങ്ങനെ 1 2 3 അല്ലെ, അതിന്റെ കുഞ്ഞു നൂബുകൾ ഇപ്പുറത്ത് വരച്ചു കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇവിടേക്ക് ഹൈഡ്രജന്റെ അല്ലെ 4 ഹൈഡ്രജൻ ഉണ്ട്, അവന് s ഓർബിറ്റൽസ് ആണ് ഇങ്ങനെ വരുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ടെട്രാഹീഡ്രൽ ജോമെട്രി ഇങ്ങനെ വരച്ചു. ഇങ്ങനെയാ മീഥേന്റെ സ്ട്രക്ചർ വരിക. കാർബൺ ഇങ്ങനെ ഹൈഡ്രജന്റെ സ്ട്രക്ചർ വരും. ദിസ് ഇസ് മീഥേൻ ചേട്ടൻ. മീഥേൻ ചേട്ടന്റെ ബോണ്ട് ആംഗിൾ എത്രയാണ്, 109.5 ഡിഗ്രീസ് ആണ് ബോണ്ട് ആംഗിൾ വരുന്ന സെറ്റാണ്. ഇനി ഇതാ കുറച്ച് എക്സെപ്ഷൻ അല്ല, sp3 ഹൈബ്രിഡൈസ്ഡ് തന്നെയാണ് വരുന്നത്. പക്ഷെ എപ്പോഴും ചോദിക്കുന്ന ആളാണ് ഒരാള് NH3. നമ്മുടെ നൈട്രജൻ എടുക്കുകയാണെങ്കിൽ നൈട്രജൻ ഇസ് അറ്റോമിക് നമ്പർ 7 ആണ്. 1s2 2s2 2p എത്ര വരും, 2p 4 വരും അല്ലെ. 2p 4 അല്ല, 2p 3 വരും അല്ലെ. 2p3 7 അല്ലേ വരുന്നത്, 2p3 വരും. അപ്പൊ ഞാൻ ഇവനെ ഗ്രൗണ്ട് സ്റ്റേറ്റിലും എക്സൈറ്റഡ് സ്റ്റേറ്റിലും വരയ്ക്കണം. ഗ്രൗണ്ട് സ്റ്റേറ്റിലും എക്സൈറ്റഡ് സ്റ്റേറ്റിലും വരയ്ക്കണം. വരയ്ക്കാം. ഗ്രൗണ്ട് സ്റ്റേറ്റിലും എക്സൈറ്റഡ് സ്റ്റേറ്റിലും നമ്മൾ വരയ്ക്കാനായിട്ട് പോവാണ്. അപ്പൊ ഇവിടെ ദാ 2s 2 എണ്ണം ഉണ്ട്, 2p 3 എണ്ണം ഉണ്ട്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, ഞാൻ ഇവിടെ ഇതിനെ എക്സൈറ്റഡ് ആക്കേണ്ട ആവശ്യമുണ്ടോ? 3 ഹൈഡ്രജന് ബോണ്ടിങ്ങിന് വരാൻ ഓൾറെഡി ഇവിടെ സ്പേസ് ഉണ്ട്. അപ്പൊ ഇവിടെ ഇനി എക്സൈറ്റഡ് ആക്കി വരയ്ക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അതാണ് നമ്മൾ പഠിച്ചത്. ഹൈബ്രിഡൈസേഷന്റെ കണ്ടീഷനിൽ എക്സൈറ്റഡ് ആക്കണം എന്നുള്ളത് ഒരു എസെൻഷ്യൽ കണ്ടീഷൻ അല്ല. ഇവിടെ ഓൾറെഡി എന്ത് ചെയ്യും, ഇതിൽ ഹൈബ്രിഡൈസേഷൻ നടക്കും. ഓൾറെഡി ഇവനിൽ ഹൈബ്രിഡൈസേഷൻ നടന്ന് ഒരു എസും 3 പിയും കൂടി ഹൈബ്രിഡൈസ്ഡ് ആയിട്ട് sp3 ഹൈബ്രിഡൈസേഷൻ നടക്കും. ഇതിലേക്ക് ആര് വരും, 4 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റലുകളാണ് ഫോം ചെയ്യുന്നത്. 1 2 3 4. ഇവിടെ ദാ ഓൾറെഡി എന്താണ്, ഇവിടെ ഓൾറെഡി ഒരു ഇലക്ട്രോൺ പെയർ അങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇനി ബാക്കി ഇതാ ഇവിടെ ഇങ്ങനെ 3 പേര് ഇരിക്കുന്നുണ്ട്. ഇതിലേക്കാണ് ആര് വന്ന് ബോണ്ട് ചെയ്യുന്നത്, ഹൈഡ്രജൻ വന്ന് ഇങ്ങനെ ബോണ്ട് ചെയ്യുന്നത്. അങ്ങനെ NH3 ഫോം ചെയ്തു. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇവിടെ ബോണ്ടിങ്ങിനൊന്നും പോവാണ്ട് ഇവിടെ ഇരിക്കുന്ന, ബോണ്ടിങ്ങിന് പോവാതിരിക്കുന്ന ആ ഇലക്ട്രോണിനെ, ഒറ്റയ്ക്ക് ഇരിക്കുന്ന ഇലക്ട്രോൺ പെയറിനെ നമ്മൾ എന്ത് വിളിക്കൂടാ, ലോൺ പെയർ എന്ന് വിളിക്കും. അപ്പൊ നൈട്രജന് നമ്മൾ സ്ട്രക്ചർ വരയ്ക്കുവാണെങ്കിൽ പിരമിഡൽ സ്ട്രക്ചർ ആണ് വരുന്നത്. ഇവിടെ ദാ ഇങ്ങനെ 3 ഹൈഡ്രജൻ വരും. ഇനി ബോണ്ടിങ്ങിനൊന്നും പോകാതെ ഏകാന്തതയുടെ അപാര തീരത്തിരിക്കുന്ന ലോൺ പെയർ ഇലക്ട്രോൺസിനെ നമ്മളിങ്ങനെ കാണിച്ചു കൊടുക്കണം. ഓക്കെ, ഗോസ്റ്റ് പോലെ ലോൺ പെയർ ഇലക്ട്രോൺസിനെയും നമ്മൾ എന്ത് ചെയ്യണം, കാണിച്ചു കൊടുക്കണം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, നമ്മുടെ NH3 കിട്ടും. NH3യുടെ ജോമെട്രി എന്താടാ, NH3യുടെ ജോമെട്രി ഇസ് പിരമിഡൽ ഷേപ്പ് ആൻഡ് ബോണ്ട് ആംഗിൾ എത്രയാണ്, 107 ആയി. 109.5 ഡിഗ്രീസിൽ നിന്ന് അത് 107 ആയിട്ട് മാറി. പിരമിഡൽ ജോമെട്രി വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു ലോൺ പെയറും 3 ബോണ്ട് പെയറുമുള്ള NH3. ഇനി H2 ഇസ് വെരി വെരി ഇമ്പോർട്ടന്റ്. H2 NH3 ഇങ്ങനെ മാറി ചോദിക്കും. ഓക്കെ, ഓക്സിജൻ എടുത്തു, അറ്റോമിക് നമ്പർ 8 ആണ് വരുന്നത് അല്ലെ. ഓക്സിജൻ ഇസ് അറ്റോമിക് നമ്പർ 8. 1s2 2s2 2p 4 വരും. ഗ്രൗണ്ട് സ്റ്റേറ്റ് എടുക്കുക, 2 ഇലക്ട്രോൺസ് അല്ലെ. ഇവിടെ 4 ഇലക്ട്രോൺസ് ഉണ്ട്, ഇവിടെ 2 ഇലക്ട്രോൺസ്,
ഇവിടെ 2 ഇലക്ട്രോൺസ്, ഇവിടെ 1 2 3 4 അല്ലെ. ഇനി ഇവിടെ നോക്കുക, ഇവനെയും നമ്മൾ എക്സൈറ്റഡ് ആക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി ഇവിടെ 2 ഹൈഡ്രജന് വന്നിരിക്കാനുള്ള സ്ഥലമുണ്ട് അല്ലെ. അപ്പൊ അവനെ എക്സൈറ്റഡ് ആക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എന്ത് ചെയ്തു, ഒരു എസിനെയും 3 പിന്നെയും ചേർത്ത് sp3 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് ഫോം ചെയ്തു. sp3 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് ഫോം ചെയ്തു. എന്നിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടും എന്ത് കിട്ടും, 1 2 3 അല്ലെ, 4 sp3 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് ഫോം ചെയ്തു. ഇവിടെ ഇരിക്കുന്ന 2 പേരും എന്താണ്, ലോൺ പെയറുകളാണ്. അവരെവിടെയും പോകുന്നില്ല, അവരൊന്നിനും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല. ഇവിടെ ഇരിക്കുന്ന ഹാഫ് ഫിൽഡ് ആയിട്ടുള്ളിടത്തേക്കാണ് ഹൈഡ്രജൻ വരുന്നത്. അപ്പൊ ഇവിടെ 2 ലോൺ പെയറുകൾ ഉണ്ട് അല്ലെ, 2 ലോൺ പെയറുകൾ ഉണ്ട്. അപ്പൊ H2ന്റെ ജോമെട്രി എന്തായിട്ട് മാറും അറിയോ, ഒരു ബെൻഡ് ഷേപ്പ് അല്ലെങ്കിൽ ഒരു വി ഷേപ്പ് ആയിട്ട് മാറും. അതായത് ഇവിടെ ഒരു ഓക്സിജൻ വന്നു, ഇവിടെ 2 ഹൈഡ്രജൻ വന്നു. എന്നിട്ട് എന്താ സംഭവിക്കാന്നറിയോ, 2 ലൂൺ പെയറുകൾ ഇങ്ങനെ വരും. അപ്പൊ ഈ മൊയലിന്റെ ചെവിയൊക്കെ നമ്മൾ വരച്ചു കൊടുക്കില്ലേ, അതേപോലെ 2 ലൂൺ പെയറുകൾ വരും. അങ്ങനെ നമുക്ക് എന്ത് കിട്ടി, ഇവന്റെ എന്തായി, എന്ത് മാറി, ബോണ്ട് ആംഗിൾ 105.5 ഡിഗ്രീസ് ആയി 109 നിന്ന് മാറി. കഥകളൊക്കെ മനസ്സിലായല്ലോ. ഇനി നമ്മുടെ അവസാനത്തെ ആളാരാണ്, sp3d ഹൈബ്രിഡൈസേഷൻ ആണ്. നമ്മുടെ PCl5 ചേട്ടനിലാണ്. അപ്പൊ ഫോസ്ഫറസ് എങ്ങനെയാണ്, ഫോസ്ഫറസ് 15 ആണ് അറ്റോമിക് നമ്പർ. 1s2 2s2 2p6 10 ഇലക്ട്രോൺസ് തീർന്നു. 3s2 3pl 3 അല്ലെ. അപ്പൊ ഇവന്റെ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 3s 2 ഇലക്ട്രോൺസ് ഉണ്ട്, 3pയില് 3 ഇലക്ട്രോൺസ് ഉണ്ട് അല്ലെ. ഇനി നമുക്കറിയാം ഇവിടെ ഏകാന്തതയുടെ അപാര തീരത്തിരിക്കുന്ന ആരുണ്ട്, 3D ഉണ്ട് അല്ലെ. 3Dയിൽ ആരും ഇല്ലടാ, 3D ഒറ്റയ്ക്കാടാ, 3D അങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇനി എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് നമ്മൾ വന്നു. ഓക്കെ, എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് നമ്മൾ വന്നപ്പം എന്ത് സംഭവിച്ചു, 3s എക്സൈറ്റഡ് ആകുമ്പോൾ എന്ത് സംഭവിക്കും എന്നാണ് മിസ് ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. എന്താണ് എക്സൈറ്റഡ് ആവുമ്പോൾ സംഭവിക്കുമെന്നാണ് ഞാൻ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. എക്സൈറ്റഡ് ആവുമ്പോൾ എല്ലാവർക്കും ഒറ്റയ്ക്കിരിക്കണം. ഓക്കെ, അപ്പൊ ഇവിടെ എന്ത് ചെയ്യും, ഇവന്മാരൊക്കെ ഓൾറെഡി ഒറ്റയ്ക്ക് ഇരുന്നിരുന്നത്. ഇവന്മാരൊക്കെ ഓൾറെഡി ഇങ്ങനെ ഒറ്റയ്ക്ക് ഇവിടെ ഇരിക്കുമ്പോൾ അപ്പൊ എന്താണ് ആ 2 ഇലക്ട്രോൺസിൽ ഒരാൾ എന്ത് ചെയ്യും, അപ്പുറത്ത് 3D പോയിരിക്കും. സോറി, എനിക്ക് ഒറ്റയ്ക്കിരിക്കണം എന്ന് പറഞ്ഞിട്ട് 3D പോയിരിക്കും. അങ്ങനെ നമ്മൾ ഇവിടെ ഇരിക്കുമ്പോ, അങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിൽ ഇവിടെ എന്ത് സംഭവിച്ചു, ഒരു എസും 3 പിയും 1 ഡിയും ചേർന്ന് എന്തുണ്ടായടാ, sp3d ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഉണ്ടായി. sp3d ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഉണ്ടായി. ഓക്കെ, അപ്പൊ ഇനിയിപ്പം PCl5 ആണ് ഫോം ചെയ്യുന്നത്. PCl5ല് ഒരു എസും 3 പിയും 1 ഡിയും ചേർന്ന്, ഒരു എസും 3 പിയും 1 ഡിയും ചേർന്ന് എത്രയാ, 5 sp3d ഓർബിറ്റൽസ് ഉണ്ടായി. അവരിലൊക്കെ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുന്ന ഇലക്ട്രോണുകൾ ആയിരുന്നു. അതിലേക്ക് ക്ലോറിന്റെ p ഇലക്ട്രോൺസ് വന്ന് ഇങ്ങനെ ഇവര് PCl5 ഫോം ചെയ്തു. PCl5ന്റെ ജോമെട്രി വളരെ ഇമ്പോർട്ടന്റ് ആണ്. ട്രൈഗണൽ ബൈപിരമിഡൽ ജോമെട്രി ആണ് വരുന്നത്. ട്രൈഗണൽ ബൈപിരമിഡൽ ജോമെട്രി എന്ന് പറയുമ്പോൾ എങ്ങനെയാണെന്നറിയോ, ഇങ്ങനെ ക്ലോറിൻ, എന്നിട്ട് എന്ത് ചെയ്യുന്നറിയോ, 2 വലിയ ഇങ്ങനെയും കൂടി വരും. ഇതാണ് PCl5ന്റെ ജോമെട്രി എന്ന് പറയുന്നത്. ട്രൈഗണൽ ബൈപിരമിഡൽ ആണ്. ഇവിടെ ഈ ട്രൈഗണൽ ബൈപിരമിഡൽ ജോമെട്രീനെ പറ്റി പറയുമ്പോൾ ഒരു കാര്യം കൂടി പഠിച്ചാൽ നമ്മുടെ കംപ്ലീറ്റ് കഴിഞ്ഞു. വിത്തിൻ 20 മിനിറ്റ്സ് കഴിയാൻ പോവാണ്. അതായത് PCl5 എടുക്കുമ്പം അതിന് 3 എന്തുണ്ട്, PCl ബോൺസ് ഉണ്ട്. അത് 120 അല്ലെ. ഈ ഞാൻ ബ്ലൂ കളറിൽ വരച്ചിരിക്കുന്ന ഈ ബോൺസ് കണ്ടില്ലേ, ഇവരെ നമ്മൾ വിളിക്കുന്നത് ഇക്വറ്റോറിയൽ ബോൺസ് എന്നാണ്. അവരുടെ ഇടയിലുള്ള ആംഗിൾ 120 ഡിഗ്രീസ് ആണ്. ഓക്കെ, അപ്പൊ ഇക്വറ്റോറിയൽ ബോണ്ടുകൾ 3 എണ്ണവും ഒരേ സൈസ് ആണ്. അപ്പം ഈ അതുപോലെ തന്നെ 2 വലിയ ആക്സിയൽ ബോണ്ടുകൾ ഉണ്ട്. ഈ റെഡ് കളറിൽ ഞാൻ വരച്ചില്ലേ, ഇതാ ഇങ്ങനെ വരച്ചില്ലേ, ഇവന്മാരെയാണ് ആക്സിയൽ ബോൺസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ആക്സിയൽ ബോൺസ് ഇക്വറ്റോറിയൽ ബോൺസിനേക്കാളും കുറച്ചും കൂടി വലുതാണ്. അപ്പൊ അതിന്റെ റീസൺ എന്താണെന്നറിയോ, ആക്സിയൽ ബോണ്ട് പെയർസ് കുറച്ചും കൂടി ഇക്വറ്റോറിയൽ ബോണ്ട് പെയർസ് എന്ന് നോക്കിക്കേ. ദ ആക്സിയൽ ബോണ്ട് പെയർസ് സഫർ മോർ റിപ്പൾഷൻ ഫ്രം ഇക്വറ്റോറിയൽ ബോണ്ട് പെയർസ്. ദർഫോർ അവരെന്താണ് ഇക്വറ്റോറിയൽ ബോണ്ടിൽ നിന്ന് ഇങ്ങനെ റിപ്പൾഷൻ വന്ന് അവർ കുറച്ചും കൂടി ലോങ്ങർ ആയിട്ടിരിക്കും. സോ ദാറ്റ് റിപ്പൾഷൻ കുറയും. ഓക്കെ, അപ്പൊ ഈ ആക്സിയൽ ബോണ്ട്സ് സ്ലൈറ്റ്ലി വീക്കർ ആയിരിക്കും.
അതായത് ഇവർക്ക് ലെങ്ത് കൂടുമ്പം എന്താണ് ബോണ്ട് കുറച്ചും കൂടി വീക്ക് ആവും. അപ്പൊ അവർ വേഗം തന്നെ ബ്രേക്ക് ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ബോണ്ട് ബ്രേക്ക് ആവുന്നുണ്ടെങ്കിൽ അവൻ എന്താ പെട്ടെന്ന് റിയാക്റ്റീവ് ആ. അപ്പൊ PCl5 എന്തുകൊണ്ടാണ് ഹൈലി റിയാക്റ്റീവ് എന്നൊരു ക്വസ്റ്റ്യൻ ആണ് നമ്മളിപ്പോ പഠിച്ചത്. നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ പഠിച്ചു. അപ്പൊ നിങ്ങൾ പറയണം PCl5ന്റെ ജോമെട്രി എന്ന് പറയുന്നത് ട്രയാഗണൽ ബൈപിരമിഡൽ ആണ്. അവന് ഇക്വറ്റോറിയൽ ബോൺസും ആക്സിയൽ ബോൺസും ഉണ്ട്. ആക്സിയൽ ബോൺസ് ഇക്വറ്റോറിയൽ ബോൺസിനേക്കാളും ലോങ്ങർ ആണ്. അതുകൊണ്ട് തന്നെ അവൻ വീക്കർ ആണ്. അതുകൊണ്ട് തന്നെ PCl5ന്റെ റിയാക്ടിവിറ്റി കൂടുതലാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഹൈബ്രിഡൈസേഷൻ PCl5 പഠിച്ചു. ഇനി SF6ന്റെ ഹൈബ്രിഡൈസേഷനും കൂടി പഠിച്ചു കഴിഞ്ഞാൽ കഥം കഴിഞ്ഞു. SF6 സൾഫർ ഇസ് അറ്റോമിക് നമ്പർ 16 ആണ്. 1s2 2s2 2p2 2p6 3s2 3pയിൽ എത്ര ഇലക്ട്രോൺസ്? 3pയിൽ ഇനി എത്ര ഇലക്ട്രോൺസ് വേണം? 4 ഇലക്ട്രോൺസ് അല്ലെ? അപ്പൊ 16ആയി. അപ്പൊ ഇവിടെ നോക്കുക, ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കുന്ന 3D ഉണ്ട്. നിങ്ങൾ മറക്കരുത്. ഒറ്റപ്പെട്ടു പോയവരെ, ഒറ്റയ്ക്ക് ഇരിക്കുന്നവരെ ഒന്നും നിങ്ങൾ മറന്നു കളയരുത് അല്ലെ. അവർക്ക് എന്ത് ചെയ്യണം? കമ്പനി കൊടുക്കണം. അതാണ് നമ്മൾ ഹൈബ്രിഡൈസേഷനിൽ പഠിക്കുന്നത് അല്ലെ. അതെ 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 അതെ. അപ്പൊ നോക്കുക, ഇത് നമ്മൾ ഗ്രൗണ്ട് സ്റ്റേറ്റിലാണ് വരച്ചേ. എക്സൈറ്റഡ് സ്റ്റേറ്റിലാവുന്ന സമയത്ത് നമുക്ക് ഫില്ല് ചെയ്യാട്ടോ വരച്ചിട്ടേ ഉള്ളൂ. ഫില്ല് ചെയ്യണം. ഓക്കെ. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നോക്കുക, ഇവിടെ 2 ഇലക്ട്രോൺസ് ഉണ്ട്, ഇവിടെ 4 ഇലക്ട്രോൺസ് ഉണ്ട് അല്ലെ. ഇനി നമ്മൾ എന്ത് ചെയ്യും? എക്സൈറ്റഡ് ആക്കുമ്പം ഞാൻ പറഞ്ഞു എല്ലാരും ഒറ്റയ്ക്കിരിക്കും. 1 2 3 4. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാല് ഇവിടെ എന്താ സംഭവിച്ചത്? ഇവിടെ നോക്കിക്കേ, ഒരു എസും 3 പിയും 2 ഡിയും ചേർന്ന് sp3d2 ഹൈബ്രിഡൈസേഷൻ സംഭവിച്ച് എന്തുണ്ടായി? ഒരു എസും 3 പിയും 2 ഡിയും ചേർന്ന് sp3d2 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ ഉണ്ടായി. ഇതിലൊക്കെ ഇങ്ങനെ ഒറ്റയ്ക്ക് പാടും. SF6 വന്നപ്പോൾ എല്ലാവരും ഒറ്റയ്ക്ക് ഇരിക്കുന്നതിലേക്കാണ് ഫ്ലൂറിന്റെ p ഓർബിറ്റൽസ് വന്നിട്ട് ഇവരെന്ത് ചെയ്തു? ഇവര് SF6 ഹൈബ്രിഡൈസേഷനിലേക്ക് ഫോം ചെയ്തു. SF6ന്റെ ജോമെട്രി എന്താണ്? ഇതൊക്കെ എഴുതി കൊടുക്കണം. ഇതൊക്കെ എഴുതി കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? ഫുൾ മാർക്സ് കിട്ടും. സിമ്പിൾ അല്ലേ? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഹൈബ്രിഡൈസേഷൻ ഒക്ടാഹൈഡ്രൽ വരുമ്പോൾ ഒക്ടാഹൈഡ്രൽ എങ്ങനെയാ വരയ്ക്കാന്നറിയൂ? ഇങ്ങനെ ഒരു സൾഫറിനെ വരയ്ക്കണം. എന്നിട്ട് ഇങ്ങനെ ഫ്ലൂറിൻ. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ തിരിച്ചും ഇങ്ങനെ ഫ്ലൂറിൻ. ഇങ്ങനെയാണ് നമ്മൾ എന്ത് വരയ്ക്കുന്നത്? SF6 വരയ്ക്കുന്നത് കേട്ടോ. ഇങ്ങനെയാണ് SF6 വരയ്ക്കുന്നത്. സെറ്റ് ആണല്ലോ. SF6നെ വരയ്ക്കുന്നത്. SF6നെ മിസ് ഒന്നും കൂടി വൃത്തിക്ക് വരച്ച് കാണിച്ചിടാം. ഇങ്ങനെ വരച്ചാൽ ശരിയാവില്ല. ഇങ്ങനെ സൾഫർ വരച്ചു. ഇങ്ങനെ വരയ്ക്കുക. എല്ലാ ബോണ്ടും ഒരേ ലെങ്ത്തിലാണ്. അപ്പൊ ആദ്യം 4 എണ്ണം ഇങ്ങനെ വരയ്ക്കുക, അതിനുശേഷം ഇങ്ങനെ വരയ്ക്കുക. അപ്പോഴാണ് കറക്റ്റ് ആവുന്നത് കേട്ടോ. ഇങ്ങനെ വരയ്ക്കണം. ഇതാണ് ഒക്ടാഹൈഡ്രൽ. ഇങ്ങനെയാണ് കേട്ടോ കറക്റ്റ്. ദിസ് ഇസ് വെരി വെരി കറക്റ്റ്. അപ്പൊ ഒക്ടാഹൈഡ്രൽ ജോമെട്രിയിലേക്ക് വന്നു. അപ്പൊ അതാണ് നമ്മളുടെ എന്ത് ലാസ്റ്റത്തെ ഹൈബ്രിഡൈസേഷൻ. അപ്പൊ നമ്മൾ SP, SP2, SP3, SP3d, SP3d2 ഹൈബ്രിഡൈസേഷൻസ് പഠിച്ചു. വിത്തിൻ 20 minutes പഠിച്ചിട്ടുണ്ട്. അപ്പം എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ഇനിയും എന്തെങ്കിലും ടോപ്പിക്സ് ഒക്കെ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ, ഏതെങ്കിലും ടോപ്പിക്സിന്റെ വീഡിയോസ് മിസ് എടുക്കണം എന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാം. മിസ് ആ വീഡിയോസ് ഒക്കെ ആയിട്ട് വരാം. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ് എവരിവൺ. താങ്ക് യു.